ഞാൻ സൈറ്റ് നോക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് പറ്റിയതാ ഈ ആക്സിഡന്റ്. പിന്നെ സത്യ, അവൾ ഇന്ന് അച്ഛന്റെ അടുത്ത് നിന്ന് നാളെ വരും. ആദി, അവളുടെ അച്ഛൻ ഏത് ഹോസ്പിറ്റലാ? ഈ വയ്യാതെ നേരത്തെ ഈ കുട്ടി എന്തിനാ അവിടെ നിൽക്കുന്നേ? അത് സിറ്റി ഹോസ്പിറ്റൽ തന്നെയാ, നിൽക്കണ്ട എന്ന് ഞാനും പറഞ്ഞു. ബട്ട് അവൾ കേൾക്കുന്നില്ല. ആദി പിന്നെ വൈഷ്ണവിനെ തിരിഞ്ഞു നോക്കി അവിടെ നിന്ന് പോയി. വൈഷ്ണവും ശങ്കരും ദേഷ്യത്തിൽ അകത്തേ കയറിപ്പോയി. അപ്പോ സത്യ ഇവിടെ ഇന്നൊരു ദിവസം ഉണ്ടാവില്ല. മതി, എനിക്കിത് മാത്രം മതി. അതേ ഇന്ന് എന്തെന്നേക്കുമായി മായ സ്വന്തമാക്കിയിരിക്കും. പിന്നെ സത്യ, നിന്നെ ഞാൻ എവിടുന്ന് പട്ടിയെ പോലെ ആട്ടി ഓടിക്കും, നോക്കിക്കോ. എന്തൊക്കെയോ മനസ്സിലുറപ്പിച്ച് അകത്തേ കയറാൻ നിന്ന മായയുടെ കയ്യിൽ വൈശാഖ് പിടുത്തമിട്ടു. മായ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ ശ്രീയേട്ടാ? നീ ആദ്യെ ഭ്രാന്തമായി സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ആ പ്രണയത്തിന് വേണ്ടി നീ ചെയ്തു കൂട്ടിയതിന് ഇരയായവനാ ഞാൻ. എന്നാ അന്നത്തെ ആദിയല്ല അവനിപ്പോ. സത്യ അവന്റെ കാമുകിയല്ല, ഭാര്യയാണ്. അതുകൊണ്ട് ഇനി നീ ആദ്യം മറന്നേ പറ്റൂ. നിനക്ക് വേണ്ടി കാലം കാത്തു വെച്ചത് മറ്റൊരാളെയാണ്. സമയമാകുമ്പോ അയാൾ വരും. ഇനി പണ്ട് ചെയ്ത പോലെ നീ വല്ലതും ചെയ്താ ഈ ഏട്ട നിന്റെ കൂടെ ഉണ്ടാവില്ല. വൈഷ്ണവ് അവനെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ മോളെ. നിന്നെ ചതിക്കുഴിയിൽ തള്ളിയിട്ട് അവൻ പോകും. നീ അത് മറക്കണ്ട. ഏട്ടാ, പറ്റില്ല. ആദ്യം മറക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ ആദ്യം എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് ഏട്ടന് അറിയില്ലേ? എന്നിട്ട് എന്തിനാ എന്നോട് ഇങ്ങനെ പറയുന്നേ? ഇല്ല, ഇല്ല. ആദ്യം എന്റെയാ, എന്റെ മാത്രം. അവൻ എന്റെ അടുത്തുനിന്ന് തട്ടിയെടുക്കാൻ നോക്കുന്നവരെ ഞാൻ വെറുതെ വിടില്ല. അത് സത്യായാലും. വൈശാഖ ആ സമയം മനസ്സിലാക്കുകയായിരുന്നു അവള് പൂർണ്ണ മനോരോഗിയായി മാറിയിരിക്കുന്നു എന്ന്. ഒരു ഭ്രാന്തിയെ പോലെ മുടിയൊക്കെ അഴിച്ചു പറയുന്ന അവളെ അവൻ നോക്കി നിന്നു. അവളുടെ കണ്ണിൽ അവന് കാണാമായിരുന്നു അവൾക്ക് സത്യയോടുള്ള പക. അവൻ ആ സമയം വെറുപ്പ് തോന്നിയത് ശങ്കരനോടായിരുന്നു. തന്റെ മക്കളുടെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കുന്ന ആലോചിച്ച്. ഏട്ടാ, അച്ഛനും കുട്ടേട്ടനും ഏട്ടനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഏട്ടന്റെ സൈഡിൽ നിന്നിട്ടുള്ളൂ. അത് ഏട്ടനായിട്ട് ഇല്ലാതാക്കരുത്. അതും പറഞ്ഞവൾ അവിടെ നിന്ന് പോയി. ഐസിയു ലക്ഷ്യമാക്കി വരുന്ന സത്യ ഐസിയുവിന്റെ മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തി നടക്കുന്ന സീനുവിനെയാണ് കണ്ടത്. ഇവൾക്ക് എന്തു പറ്റി? അയ്യോ, ഇനി അച്ഛന് വലുതും. സത്യ വേഗം അവളുടെ അടുത്തേക്ക് പോയി. അവളെ കണ്ടതും സീനു അവളെ പോയി കെട്ടിപ്പിടിച്ചു. എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അവിടെ തന്നെ നിന്നാ പോരായിരുന്നോ? അച്ഛനെ ഞാൻ നോക്കിക്കോളായിരുന്നില്ലേ? എന്താടി, എന്താ ഉണ്ടായേ? നീയല്ലേ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു വരുത്തി. എന്നിട്ടിപ്പോ എന്താ? അവര് വന്നെടി. വീണ്ടും നിന്നെയും നിന്റെ അച്ഛനെയും ദ്രോഹിക്കാൻ അവര് വന്നു. ആര്? നീ ആരെ കുറിച്ചാ ഈ പറയുന്നേ? നിന്റെ ആ പൂതന അപ്പച്ചി ചിത്രകല. സീനുവിന്റെ നാവിൽ നിന്ന് ആ പേര് കേട്ടതും സത്യ വിറയ്ക്കാൻ തുടങ്ങി. അപ്പച്ചിയോ? അപ്പച്ചിയും പ്രകാശേട്ടനും അതിന് ദുബായിൽ സെറ്റിലായില്ലേ? പിന്നെ എന്തിനാ അവരിങ്ങോട്ട് വന്നേ? സത്യ പേടിച്ചു. സീനുവിനോട് ചോദിച്ചു. അറിയില്ല, പക്ഷെ നീ സൂക്ഷിക്കണം. അവരങ്ങനെ വെറുതെ വരുന്ന ആളല്ല. എന്തൊക്കെയോ പദ്ധതിയിട്ട് കാണും. നീ സൂക്ഷിക്കണം. എനിക്ക് അത് മാത്രമേ പറയാൻ കഴിയൂ. ഉം. അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? ബോധം വന്നിട്ടില്ല. 2 ദിവസം ആകുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. നീ ആ ക്ഷീണിച്ച പോലെ ഉണ്ടല്ലോ. എന്താ പറ്റിയത്? സത്യ അവിടെ പോയി ഇരുന്നു. അവളുടെ കൂടെ സീനു. സത്യ സീനുവിനെ നോക്കി. എന്നിട്ട് അവൾ നടത്തൊക്കെ പറഞ്ഞു. സത്യ, എനിക്ക് പേടിയാകുന്നു. വേണ്ടടി, ഒന്നും വേണ്ട. ഇനി നീ അങ്ങോട്ട് പോണ്ട. ആഗ്രഹം ഉണ്ടായിട്ടല്ല, എന്നാലും ഞാൻ പോകും. ഇത്രയും പണം എനിക്ക് തന്നതിന് പകരമായി ഞാൻ അവിടെ പോയേ പറ്റൂ എന്ന് കരുതി ഈ ദുഷ്ടന്മാരുടെ അടുത്ത് നീ എങ്ങനെയാ നിൽക്കുക? നീ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ആദി സാറിന്റെ അമ്മയും പെങ്ങളും അമ്മായിയും അവര് മാത്രമേ അവിടെ നല്ലവരായി ഉള്ളൂ. ബാക്കിയൊക്കെ ഇബിലീസിന്റെ വർഗങ്ങളാ. സത്യ, എനിക്ക് നല്ല പേടിയുണ്ട്. എനിക്കൊന്നുമില്ല. നീ വീട്ടിലേക്ക് പോയിക്കോ. ഇന്നലെ മുതൽ നീ ഇവിടെയല്ലേ? ഒന്ന് കുളിച്ച് കിടന്നുറങ്ങിയിട്ട് വൈകുന്നേരം വന്നാൽ മതി. ഇല്ല, നിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കി പോകാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഓ, ഈ പെണ്ണിന്റെ ഒരു കാര്യം. എടി, ഇതൊരു ഹോസ്പിറ്റലാണ്. ഇവിടെ നിന്ന് എന്നെ ആരും പിടിച്ചുകൊണ്ട് പോകാനൊന്നും പോകുന്നില്ല. എന്റെ കൂടെ ഇവിടെ ഈ ചേച്ചി ഇല്ലേ? അതോടെ നീ പോയിട്ട് വാ. ഉമ്മ പണിക്ക് പോയി കാണും. അതുകൊണ്ട് നീ അങ്ങോട്ട് ചെല്ല്. നീ ഇനി നാളെ ഓഫീസിൽ പോയാൽ മതി. സത്യയുടെ നിർബന്ധം കാരണം മനസ്സില്ല മനസ്സോടെ സീനു അവിടെ നിന്ന് അവളുടെ ബാഗും എടുത്ത് പോയി. ഛേ, ആ ചിന്നത്തമ്പി ഇത്രയും വലിയ ചതി ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. അവന് ചിലപ്പോൾ ഒരു പിഴവ് പറ്റി കാണും. എന്നാ അത് അവനൊന്ന് വിളിച്ചു പറഞ്ഞുകൂടെ? ഇത് നമ്മൾ എന്തൊക്കെയോ മുൻകൂട്ടി തീരുമാനിച്ചു. അത് മായയോടും പറഞ്ഞ് അവൾ കാരി കൂവി പ്രശ്നം ഉണ്ടാക്കി ആകെ നാണം കെട്ടു. ആദി, മായ എങ്ങനെ ഈ കാര്യം അറിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ എന്റെ നെഞ്ചൊന്ന് കാളി. ഹോ, ഭാഗ്യത്തിന് അവന് സംശയം തോന്നിയില്ല. മോനെ, ഇന്ദ്രജിത്തിന്റെ തട്ടിയെ പോലെ അത്ര പെട്ടെന്ന് ആദ്യം തട്ടാൻ കഴിയില്ല. എന്തായാലും പോയത് പോയി. ഇനി അടുത്ത മാർഗം നോക്കാം. അതല്ലാതെ വേറെ വഴിയില്ലല്ലോ. അമ്മാവനെ അയാൾ ഈസിയായി കൈകാര്യം ചെയ്തപ്പോൾ ഇതും അങ്ങനെ ആകുമെന്ന് ഞാൻ കരുതി. പക്ഷെ അവിടെയാണ് എനിക്ക് പിഴച്ചത്. ഇനി അങ്ങനെ ഉണ്ടാവില്ല. ഇത്തിരി കാശ് മുടക്കിയാൽ എന്താ, നല്ല ഒന്നാന്തരം മുംബൈക്കാരെ കിട്ടും.
അവർക്ക് ഞാനൊരു മിസ് കോൾ അടിച്ചാൽ മതി, ഈ തറവാട്ടിൽ കയറി ആദ്യമായിട്ട് തലയെടുക്കും. ഹും, ഇനി എന്താ നിന്റെ അടുത്ത പ്ലാൻ? തൽക്കാലം ആദ്യം അവിടെ നിൽക്കട്ടെ. എന്റെ പഞ്ചവർണ്ണ തത്ത അവിടെ ഹോസ്പിറ്റലിൽ ഒറ്റയ്ക്കല്ലേ? എന്താ നീ പറഞ്ഞു വരുന്നത്? ഇതിലും നല്ല ചാൻസ് എനിക്ക് കിട്ടില്ല. അവളിപ്പോൾ ഒറ്റയ്ക്ക് അവിടെ. ചിന്നത്തമ്പി തന്നെ മതി അവളെ അവിടുന്ന് തന്ത്രപരമായി പൊക്കാൻ. എന്തായാലും കൊടുത്ത 10 ലക്ഷത്തിന് അങ്ങനെയെങ്കിലും ഒരു ഗുണമുണ്ടാവട്ടെ. വൈഷ്ണവ് വേഗം അവന്റെ ഫോൺ എടുത്ത് ചിന്നത്തമ്പിയുടെ നമ്പർ എടുത്ത് വിളിച്ചു. ഡോക്ടർ, ഞാൻ അച്ഛനെ ഒന്ന് കയറി കണ്ടോട്ടെ? സത്യ, എനിക്കറിയാം താൻ ഇത്രയും ദിവസം ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും അച്ഛനെ കാണാതിരിക്കുന്നെന്ന്. പക്ഷേ അയാളൊരു മേജർ സർജറി കഴിഞ്ഞ ആളാണ്. പെട്ടെന്ന് ബോഡിയിലേക്ക് ഇൻഫെക്ഷൻ കയറും. അതുകൊണ്ട് ബോധം വരാതെ കാണണ്ട. ഞാൻ പറയുന്നത് സത്യക്ക് മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡോക്ടർ അതും പറഞ്ഞ് അവിടെ നിന്ന് പോയി. സത്യ പുറത്തുനിന്ന് അവളുടെ അച്ഛനെ നോക്കി. ആ നിമിഷം അവള് അവളുടെ അച്ഛന്റെ കൂടെ ഉണ്ടായിരുന്ന ഓരോ നിമിഷവും ഓർത്തെടുത്തു. സത്യ, ഞെട്ടിത്തെറിച്ചവൾ തിരിഞ്ഞു നോക്കി. അവളെ ചുട്ടരിക്കാൻ പാകത്തിനുള്ള ദേഷ്യമായി നിൽക്കുന്ന ചിത്രകലയെ കണ്ടവൾ ഉമിറക്കി. അവര് അവളുടെ അടുത്തേക്ക് വേഗത്തിൽ നടന്നു വന്നു. ഡി, ആ കുഴിയിലെ കാല് നീട്ടി നിൽക്കുന്ന സാധനത്തിന് ചികിത്സിക്കാൻ എവിടെ നടി നിനക്ക് ഇത്രയും പണം? അപ്പച്ചി, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? അത് അപ്പച്ചിയുടെ ഒരേ ഒരു ഏട്ടനല്ലേ? നിർത്തടി നാശം പിടിച്ചവളെ. നീ എന്നെ ബന്ധം പിടിപ്പിക്കണ്ട. നിനക്ക് എവിടുന്ന ഇത്രയും പണം കിട്ടിയത്? ആ തറവാട് വരെ നീ വിറ്റോ? പറയടി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ തറവാട് നിനക്കും ഇതിനകത്ത് കിടക്കുന്ന സാധനത്തിന് മാത്രമുള്ളതല്ല. അതിൽ 3/4 ഭാഗവും എനിക്ക് അവകാശപ്പെട്ട മുതലാ. ഞാൻ നിങ്ങളുടെ ഒന്നും എടുത്തിട്ടില്ല. അതോർത്ത് നിങ്ങൾ ഇനി തുള്ളണ്ട. പിന്നെ എവിടുന്നാണ് നിനക്ക് ഇത്രയും പണം? എന്റെ അച്ഛനെ ചികിത്സിക്കാനുള്ള പണം എനിക്ക് ഞങ്ങളുടെ കമ്പനിയിലെ ചെയർമാൻ തന്നതാ. എന്റെ ഭഗവതി, ഞാൻ എന്താ ഈ കേൾക്കുന്നേ? പണത്തിന് വേണ്ടി നീ ആ പൊരുത്തന്റെ കൂടെ കിടക്കാനും പോയി അല്ലടി? ഒന്ന് മതിയാക്ക അപ്പച്ചി. ഇനി അങ്ങനെ എന്നോട് നിങ്ങൾ ഇങ്ങനെ പെരുമാറിയാ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. ഞാൻ വല്ലവന്റെയും കൂടെ പോയെങ്കിൽ നിങ്ങൾക്കെന്താ? നിങ്ങളൊരു 10 രൂപയെങ്കിലും തന്ന് സഹായിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഇപ്പൊ വന്ന് അന്വേഷണം നടത്താനുള്ള അധികാരം നിങ്ങൾക്കില്ല. എക്സ്ക്യൂസ് മീ, ഇതൊരു ഹോസ്പിറ്റലാണ്. നിങ്ങൾ രണ്ടുപേരും എന്തായി ചെയ്യുന്നേ? ഒരു നേഴ്സ് വന്ന് അവരുടെ അടുത്ത് അങ്ങനെ പറഞ്ഞതും രണ്ടുപേരും മിണ്ടാതെ നിന്നു. നേഴ്സ് അവിടുന്ന് പോയതും ചിത്ര സത്യയുടെ നേരെ തിരിഞ്ഞു. നീ ആള് കൊള്ളാലോടി. എന്റെ മുന്നിൽ പൂച്ചയെ പോലെ നിന്നവളാ. ഇപ്പൊ നിനക്ക് നാക്ക് പൊന്തി തുടങ്ങിയല്ലോ. നിന്റെ മറ്റവനാണോടി നിനക്ക് ഈ ധൈര്യം തന്നത്? ഉം, നീ വല്ലാതെ അഹങ്കരിക്കണ്ട. എന്റെ മോനൊന്നും വന്നോട്ടെ, നിന്റെ അഹങ്കാരം ഞാൻ ഒതുക്കും. അവന് നിന്റെ ഈ കൈയും കണ്ണും കണ്ടങ്ങ് മഞ്ഞളിച്ചു. അതുകൊണ്ട് മാത്രാടി ഞാൻ ഇപ്പോഴും നിന്നെ ഇവിടെ വെച്ചേക്കുന്നത്. ദൈവത്തെ ഓർത്ത് നിങ്ങളൊന്ന് പോയി തരൂ. ഇല്ലടി, ഞാൻ അത്ര പെട്ടെന്നൊന്നും പോകില്ല. ചിലതിനൊക്കെ തീരുമാനമായിട്ടേ ഞാനിനി പോകുന്നുള്ളൂ. നീ അങ്ങനെ അഴിഞ്ഞാടി നടക്കണ്ട. അതിനൊക്കെ അവസാനം അനുഭവിക്കേണ്ടത് എന്റെ മകനായിരിക്കും. ചിത്ര അവളെ നോക്കി അവിടെ തന്നെ ഇരുന്നു. ഇതെല്ലാം ഒരു സെക്യൂരിറ്റിയുടെ രൂപത്തിൽ ഒരാൾ അവരെ തന്നെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അണ്ണ, ഞാൻ നിങ്ങൾ പറഞ്ഞ ഹോസ്പിറ്റലിൽ എത്തി. ഞാൻ ആ പെണ്ണിനെ കാണുകയും ചെയ്തു. എന്നാ ആ പെണ്ണിന്റെ അടുത്ത് 2-3 ജ്വല്ലറി ഉള്ള ആളാണെന്ന് തോന്നിക്കുന്ന പോലെ ഏറ്റിയാൽ പൊന്നത്തെ സാരിയും ദേഹം മുഴുവൻ സ്വർണം അണിഞ്ഞ് ഒരു കിളവി വന്ന് നിൽക്കുന്നുണ്ട്. ചെന്നിമൂത്ത് തള്ളയെ പോലെ വന്നപ്പോൾ മുതൽ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. അതിന്റെ മുന്നിലൂടെ എങ്ങനെയാ പെണ്ണിനെ പൊക്കുക? അതൊന്നും എനിക്കറിയണ്ട. നിനക്കൊക്കെ ഞാൻ പണം തരുന്ന പറഞ്ഞ ജോലിയാ കൃത്യസമയത്ത് ചെയ്യാനാ. അത് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് വിളിച്ചാൽ മതി. എന്റെ ഈശ്വര, ഈ മണ്ടൻ ആ തമിഴന്റെ കയ്യിൽ കൊട്ടേഷൻ കൊടുത്താൽ മതി. പിന്നെയുള്ള തലവേദന മുഴുവൻ ഞങ്ങൾക്കാ. ഹോ, ഈ കിളവി ഒന്ന് പോയാൽ മതിയായിരുന്നു. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും നീ എന്താ എന്നെ അറിയിക്കാഞ്ഞത്? നീ അപ്പോ അങ്ങ് പോയതല്ലേ ഉള്ളൂ. നിന്നെ അറിയിച്ചാൽ നീ അപ്പോ തന്നെ ഇങ്ങോട്ട് ഓടി വരും. അത് വേണ്ട എന്ന് കരുതിയാ ഞാൻ പറയുന്നത്. സത്യം അവിടെ നിർത്തുന്നതിൽ എനിക്ക് താല്പര്യമില്ല ആദി. ഇപ്പോ തന്നെ നീ കണ്ടില്ലേ. ഇനി എന്ത് വിശ്വസിച്ച അവളെ അവിടെ നിർത്തുക? ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ അവൾക്ക് അവിടെ നിൽക്കാം. ഞാനാണ് അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നെങ്കിൽ ഞാൻ ഉണ്ടാകുമ്പോൾ വൈഷ്ണവ് അവളെ ഒന്നും ചെയ്യില്ല. നീ ഉണ്ടെങ്കിൽ അവൾ സുരക്ഷിതയായിരിക്കും. അതെനിക്കറിയാം. എന്നാൽ ആദി, ഒന്നുമില്ലടാ. സത്യക്ക് ഇവിടെ ഒരു കുഴപ്പമുണ്ടാവില്ല. നീ ചെല്ല്. ഉം, ഞാൻ സത്യയെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് ചെല്ലട്ടെ. അവളെ കുറെ ആയില്ലേ കണ്ടിട്ട്. എല്ലാം കിട്ടപ്പോൾ അവളെ കാണാനായിട്ടൊരു സമാധാനം കിട്ടുന്നില്ല. ശരി, എന്നാ ഞാൻ പോവാ. നീ നന്നായി റെസ്റ്റ് എടുക്കാൻ നോക്ക്. തല നല്ലോണം ഇളക്കണ്ട. ജെയിംസ് നടക്കുന്നതിനിടയിൽ വിളിച്ചു പറഞ്ഞു പോയി. അവൻ പോയിട്ടും ആദ്യ കുറച്ചു സമയം അവിടെ തന്നെ നിന്നു. എന്നിട്ട് അവിടെ നിന്ന് അകത്തേക്ക് പോയി ഭക്ഷണം കഴിച്ച് അവൻ മുറിയിലേക്ക് കയറിയതും ബെഡിൽ മുട്ടിന് മുകളിലേക്ക് വലിപ്പമുള്ള ഒരു ബിക്കിനി ഇട്ട് നിൽക്കുന്ന മായയെ കണ്ട് അവൻ മുഖമൊന്ന് തിരിച്ചു. ദേഷ്യം കൊണ്ട് അവരെ നാഡികൾ മുറുകാൻ തുടങ്ങി. വിഷ്ണുമായ, വാട്ട് ദ ഹെൽ? ഇറങ്ങിപ്പോടി എന്റെ മുറിയിൽ നിന്ന്. ആദി ദേഷ്യം കൊണ്ട് വിറച്ച് അവൾക്ക് നേരെ അലറി. ആദി, എന്തിനാ എന്നെ ഇങ്ങനെ അകറ്റി നിർത്തുന്നേ? എന്നെ ഒന്ന് നോക്ക്. ആ സത്യേക്കാൾ ഞാനല്ലേ സുന്ദരി. പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ഒഴിവാക്കുന്നേ ആദി? ഒരു വശീകരണത്തോടെ അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ആദിയുടെ അടുത്തേക്ക് നടന്നു വന്നു. അവന്റെ ബട്ടൺത്തിൽ കൈവച്ചതും ആദിയുടെ കണ്ണു വിടർന്നു. ദേഷ്യത്തിൽ അവന്റെ കണ്ണുകൾ ചുവപ്പ് വർണ്ണമായി മാറിയിരുന്നു. മായ മായ ആദിയുടെ ബട്ടൺ അഴിക്കാൻ എന്തോ അവന്റെ ബലിഷ്ഠമായ കൈ അവളുടെ കയ്യിൽ പിടുത്തമിട്ടു.
മായ അവനും തലയുർത്തി നോക്കി. ദേഷ്യം കൊണ്ട് ചുവന്ന അവന്റെ കണ്ണുകൾ കണ്ടതും അവൾക്കൊരു പേടി തോന്നി. അവളത് മറച്ചുകൊണ്ട് അവന്റെ അടുത്തേക്കൊന്ന് നീങ്ങിയതും ആദ്യം അവളെ പിടിച്ചു തള്ളി അവളുടെ കരണക്കുറ്റി നോക്കിയൊന്ന് പൊട്ടിച്ചു. ആ അടിയിൽ അവൾക്ക് അവളുടെ മുഖം പറഞ്ഞു പോകുന്ന പോലെ തോന്നിയെങ്കിലും പെട്ടെന്ന് തന്നെ അവൾ ആദിയുടെ ദേഹത്ത് കൊട്ടി നിന്നു. തല്ലിക്കോ ആദി, എന്റെ ജീവൻ പോകുന്നവരെ നീ എന്നെ തല്ലിക്കോ. അതൊക്കെ പ്രതീക്ഷിച്ച ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നാൽ ഇന്ന് നിന്നെ സ്വന്തമാക്കാതെ ഞാൻ ഈ മുറി വിട്ടു പോകില്ല. ആദിയുടെ ദേഷ്യം അവനും തന്നെ നിയന്ത്രിക്കാൻ കഴിയാതെയായി. അവൻ അവളെ പിടിച്ചു തള്ളി അവളുടെ മറ്റേ കവള് നോക്കി ആഞ്ഞൊരടി കൊടുത്തു. നാണം കെട്ടവളെ, ഇനി നീ എന്റെ മുറിയിൽ കണ്ട കാലേ വരെ ഞാൻ നിലത്തടിച്ചു കൊല്ലും. ആദ്യം അവളുടെ മുടിയിൽ പിടിമുറുക്കി. വേദന കൊണ്ട് അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ആദ്യം അവളെ പിടിച്ചു വലിച്ച് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഉന്തി. ബാലൻസ് കിട്ടാതെ അവൾ പുറകിലേക്ക് വെച്ചതും ഒരാളെ തട്ടി നിന്നു. ആദി ശക്തിയിൽ മുറിയുടെ വാതിലടച്ചു. മായ തിരിഞ്ഞു നോക്കി. മുന്നിൽ നിൽക്കുന്ന വൈശാഖനെ കണ്ട് ഞെട്ടി. അവന്റെ ദേഷ്യം കൊണ്ട് ചുവന്ന പൂച്ചക്കണ്ണുകൾ കണ്ടതും അവൾ പേടിച്ചു. അവൾ അവിടെ നിന്ന് മാറിപ്പോകാനതും വൈശാഖ അവളെ ദേഷ്യത്തിൽ വിളിച്ചു. വിഷ്ണുമായ! വൈശാഖിന്റെ ആ വിളിയിൽ മായ ഞെട്ടി. കാരണം ഇന്നേ വരെ വൈശാഖും വൈഷ്ണവും അവളെ മുഴുവൻ പേര് വിളിച്ചിട്ടില്ല. അവൾ അവനെ തിരിഞ്ഞു നോക്കി. എന്താ ശ്രീയേട്ടാ?" വൈശാഖ് മായയുടെ കരണക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിച്ചു. ആദ്യെ കൂടാതെ വൈശാഖിന്റെ അടിയും കൂടെ കിട്ടിയതും അവൾക്ക് വേദന കൊണ്ട് മരണം മുന്നിൽ കണ്ട പോലെ തോന്നി. അവൾ അവനെ തലയുർത്തി നോക്കി. ഏട്ടാ?" കണ്ണു നിറച്ചവൾ വൈശാഖിനെ നോക്കി. "ഇത് എന്തിനാണെന്ന് നിനക്കറിയോ? നീ നിന്റെ മാനം വരെ കളഞ്ഞു കുളിക്കാൻ നോക്കിയതിന്. പ്രണയമൊക്കെ എല്ലാവർക്കും കാണും. എന്നാ എത്ര വലിയ ദിവ്യപ്രണയാണെങ്കിലും ഒരു പെണ്ണ് എപ്പോഴും അവളുടെ ശരീരം സംരക്ഷിക്കണം. കാരണം ഒരു പെണ്ണിന് ഏത് ജന്മത്തിലും അവൾക്ക് ഏറ്റവും വിലപ്പെട്ടത് അവളുടെ കന്യാകത്വം തന്നെയാണ്. അതാ ഇന്ന് നീ കളഞ്ഞു മുടിക്കാൻ നോക്കിയത്. ഇത് ഞാൻ കണ്ണടച്ചാൽ പിന്നെ ഞാനൊരു ചേട്ടനാണെന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല മോളെ. ഞാനൊരു വൻ തോൽവിയായി പോകും." വൈശാഖ് അവിടെ ദേഷ്യത്തിൽ നടന്നുപോയി. ആദ്യം അവന്റെ ബെഡിൽ മലർന്നു കിടന്നു. ഓരോന്ന് ചിന്തിക്കാൻ തുടങ്ങി. എത്ര കിടന്നിട്ടും അവന് ഉറക്കം വരുന്നില്ലായിരുന്നു. സത്യയും വിഷ്ണുമായും കുറിച്ചായിരുന്നു അവന്റെ ചിന്ത മുഴുവൻ. പണത്തിന് വേണ്ടി തന്റെ കുഞ്ഞിന്റെ അമ്മയാകാൻ വന്നവളാണ് സത്യ. എന്നിട്ടും അവന്റെ മുന്നിലേക്ക് ഷോർട്സോ ശരീരഭാഗങ്ങൾ എടുത്തു കാണിക്കുന്ന വസ്ത്രമോ ധരിച്ചു വന്നിട്ടില്ല. ഇന്നേ വരെ അവനെ വശീകരിക്കുന്ന രീതിയിൽ അവൾ നോക്കിയിട്ടോ സംസാരിച്ചിട്ടോ ഇല്ല. എന്നാ വിഷ്ണുമായ ഞാൻ ഒരിക്കലും അവളുടേതാവില്ലെന്ന് അറിഞ്ഞിട്ടും ആദിക്ക് ആലോചിക്കും തോറും അവന് ദേഷ്യം നുരഞ്ഞു പൊന്തി. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് പോയി. കുറച്ചുനേരം അവിടെ നിന്നു. അപ്പോഴാണ് അവന്റെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വൈശാഖൻ അയച്ചത്. അവനത് എടുത്തു നോക്കി. ആദിയുടെ കാർ ഇടിച്ച ടിപ്പർ ലോറിയുടെ ഡീറ്റെയിൽസ് ആണ് അതിൽ കൊടുത്തത്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്ന ചിന്നത്തമ്പി എന്ന ആളുടെ ലോറിയാണ് അതെന്ന് കണ്ടതും അവന് നെറ്റി ചുളിഞ്ഞു. പെട്ടെന്ന് തന്നെ വൈശാഖ് അതിലേക്ക് ചിന്നത്തമ്പിയുടെ ഫോട്ടോ അയച്ചതും ആദി വേഗം എടുത്തു നോക്കി. ചിന്നത്തമ്പിയുടെ ഫോട്ടോ കണ്ട് അവന്റെ കണ്ണു വിടർന്നു. ശേഷം ഒന്ന് പുച്ഛിച്ചിരിച്ചു. ആരെയോ ഫോൺ വിളിച്ച് മറുതലക്കൽ നിന്ന് ആരോ ഫോൺ എടുത്തു. തമിഴ്നാട്ടിൽ നിന്നും ഇങ്ങോട്ട് പണി സാധനങ്ങൾ കൊണ്ടുവരുന്ന ചിന്നത്തമ്പി. ടൈം സ്റ്റാർട്ട് നൗ. അത്രമാത്രം പറഞ്ഞവൻ ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് അവന്റെ ഫോണിലേക്ക് നോക്കി ചിരിച്ചു. സീനു രാത്രി ഒരു 7 മണി ആയപ്പോഴേക്കും സത്യയ്ക്കും കൂടെ നിൽക്കുന്ന ചേച്ചിക്കുമുള്ള ഫുഡ് കൊണ്ടുവന്നു. അവൾ ഐസിയുവിന്റെ മുന്നിൽ വന്നും കണ്ടു. കാലിന്മേൽ കാൽ കയറ്റി വെച്ച് നിൽക്കുന്ന ചിത്രയും അവരെ അടുത്ത് തന്നെ ഒരു മൂലയിൽ കണ്ണടച്ചിരിക്കുന്ന സത്യയും. സീനുവിനെ കണ്ട് ചിത്ര എന്ന് പുച്ഛിച്ചു. സത്യ നോക്കി. "ഈ ദരിദ്രവാസി പെണ്ണ് എന്തിനാ ഇവിടെ നിൽക്കുന്നേടി? നിന്റെ തന്തയും തള്ളയും അവിടെ ഒറ്റയ്ക്കല്ലേ? നിനക്ക് അവിടെ നിന്നാൽ പോരെ? അതോ പണത്തിന് വേണ്ടി തന്തയും തള്ളയും നിന്നെ രാത്രി തെരുവിലേക്ക് ഇറക്കി വിടാറാണോ?" ചിത്രയുടെ സംസാരം കേട്ട് സീനു ദേഷ്യത്തിൽ അവരോട് എന്തോ പറയാൻ നിന്നും സത്യ വേണ്ടെന്ന് പറഞ്ഞ് തലയാട്ടി. അത് കണ്ട് സീനൊന്നും മിണ്ടാതെ അവരൊന്ന് തുറച്ചു നോക്കി. സത്യയുടെ അടുത്തിരുന്നു. "ഡി, ഞാൻ നിനക്ക് ഈ ചേച്ചിക്കുള്ള ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ക്യാൻറ്റീനിൽ പോയി കഴിക്കാം." സീനു പറഞ്ഞതും സത്യ തലയാട്ടി അവിടെ നിന്ന് എഴുന്നേറ്റു. അവളുടെ അച്ഛനെ നോക്കാൻ നിർത്തി ചേച്ചിയെയും വിളിച്ച് അവര് 3 പേരും അവിടെ നിന്ന് പോകാൻ നിന്നും സത്യ ചിത്രയും നോക്കി. എന്നിട്ട് അവരുടെ അടുത്തേക്ക് പോയി. "അപ്പച്ചി വാ, നമുക്ക് ഭക്ഷണം കഴിച്ചു വരാം." "പിന്നെ ഇവളുടെ അഴുക്കുചാല് പോലുള്ള അടുക്കളയിൽ നിന്ന് ഉണ്ടാക്കിയത് ഞാൻ കഴിക്കണം. എന്നിട്ട് വേണം എനിക്ക് ഫുഡ് പോയ്സൺ വന്ന് കിടപ്പിലാവാൻ. അതിന് അപ്പച്ചി അവൾ കൊണ്ടുവന്നത് എന്തിനാ കഴിക്കുന്നത്? ക്യാൻറ്റീനിൽ അപ്പച്ചിക്ക് വേണ്ടത് കഴിക്കാൻ കിട്ടും. നീ ഇപ്പോൾ എന്നെ അങ്ങനെ തിരിപ്പിക്കണ്ട. എനിക്ക് വേണ്ടത് ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്തോളാം. നീ ആ തോട്ടിലെ എച്ചിൽ പോയി മുണുങ്ങ്." സത്യം പിന്നെ അവരോടൊന്നും മിണ്ടാൻ നിന്നില്ല. അവൾ അവിടെ നിന്ന് പോകാൻ നിന്നും അവരവളെ വീണ്ടും വിളിച്ചു. "അതെ സത്യ, ഞാൻ ഇവിടെയാ സ്റ്റേ ചെയ്യുന്നത്. എനിക്ക് AC റൂം വേണം. കൊതുകടി കൊണ്ട് ഇവിടെ ഇരിക്കാനൊന്നും എനിക്ക് പറ്റില്ല." "AC റൂമോ? അതിനൊക്കെ ഒരുപാട് ചാർജ് ആവില്ലേ? അമ്മായി വീട്ടിലേക്ക് പോയിക്കോ." "ഡി, ഞാൻ അവിടെ നിൽക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. നീ എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ എന്തായാലും ഒരു AC റൂം ചോദിക്കാൻ പോവാ. കയ്യിൽ പണമില്ലെങ്കിൽ നിന്റെ മറ്റവനോട് ചോദിക്ക്." ചിത്ര അവിടെ നിന്ന് ബാഗ് എടുത്തു പോയി. "സത്യ, നിനക്ക് അവരുടെ കാരണം നോക്കി ഒന്ന് കൊടുത്തൂടെ? നീ ആരെയെ പേടിക്കുന്നേ? സ്വന്തം അച്ഛന്റെ പെങ്ങളല്ലേ, ഞാൻ എങ്ങനെയാ?
എന്തിനാ വെറുതെ പക കൂട്ടി വെക്കുന്നേ? അവരവിടെ നിന്ന് പോകാൻ നിന്നപ്പോഴാണ് അവർക്ക് അടുത്തേക്ക് വരുന്ന ജെയിംസിനെ അവർ കണ്ടത്. അവനെ കണ്ടതും സത്യയുടെ കണ്ണു വിടർന്നു. അവൾ അവന്റെ അടുത്തേക്ക് ഓടി. ജെയിംസി ചായ, സുഖാണോ മോളെ? ആദ്യം എന്നോട് എല്ലാം പറഞ്ഞു. പേടിച്ചു പോയ എന്റെ പെങ്ങളൂട്ടി. സാരല്ലടാ. അവൾ അവനെ ഇറുകെ പുണർന്നു. ജെയിംസിന്റെ സാമീപ്യം അവൾക്ക് അവളുടെ സ്വന്തം സഹോദരന്റെ സ്നേഹമായിട്ടാണ് തോന്നിയത്. അവനെ പോലൊരു സഹോദരൻ തനിക്ക് സ്വന്തമായി ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അവൾക്ക് ആദിയുടെ കൂടെ ചേർന്ന് ഇങ്ങനെ നാടകം കളിക്കണ്ടായിരുന്നു എന്ന് തോന്നി. ഇപ്പൊ പനിയുണ്ടോ മോളെ? നീ മരുന്ന് കഴിച്ചോ? അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഈ ചായ മരുന്ന് ഭക്ഷണം കഴിച്ചിട്ടാ കഴിക്കാനുള്ളത്. പിന്നെ അച്ഛന് ഇതുവരെ ബോധം വന്നിട്ടില്ല. എന്നാ മോള് വാ, നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. അല്ല, ഞങ്ങൾക്കുള്ളത് സീനു വീട്ടിൽ പോയി വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇച്ചാൻ പോയി നല്ല ഹോട്ടലിൽ നിന്ന് കഴിച്ചോ? ആഹാ, എന്നാ ഹോട്ടൽ ഫുഡിനേക്കാളും നല്ലത് അതല്ലേ? നമുക്ക് ഒപ്പം കഴിക്കാം. സാർ, അത് വേണ്ട സാർ. സാർ പുറത്തുനിന്ന് കഴിച്ചോ? ഇത് ചിലപ്പോ ഇഷ്ടപ്പെടില്ല. ഞാൻ ആദ്യം ഒന്ന് കഴിച്ചു നോക്കട്ടോ. എന്നിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ വേറെ വാങ്ങി കഴിച്ചോളാം. ഉമ്മ ഉണ്ടാക്കുന്നത് അങ്ങനെ ഇഷ്ടപ്പെടാതെ ഇരിക്കില്ല. ഇച്ചായം കഴിച്ചു നോക്കട്ടെ സീനു. സത്യ സീനുവിനെ പിടിച്ചു വലിച്ച് മുന്നിലേക്ക് നടന്നു. ജെയിംസ് അവരെ പുറകെയും. സീനു പോകുന്നിടയിൽ ജെയിംസിനെ തിരിഞ്ഞു നോക്കി. അവൾ നോക്കുന്നത് കണ്ട് അവനൊന്ന് പുരുകം പൊന്തിച്ച് കണ്ണിറുക്കി കാണിച്ചു. അത് കണ്ട് സീനു പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നെഞ്ചത് കൈവച്ചു. അവളുടെ പ്രവൃത്തി കണ്ടതും അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു.